ഒരു ദിവസം ഒരു യങ് പാരൻറ്റ് ഗ്രാൻഡ് മദറും കൂടി 2 വയസ്സുള്ള ഒരു കുട്ടിയെ കാണിക്കാൻ വേണ്ടി വന്നു. പ്രശ്നം ഇതാണ്, കുട്ടി 2 വയസ്സായിട്ട് സംസാരിച്ചിട്ടില്ല, മുഖത്തേക്ക് നോക്കുന്നില്ല, നമ്മൾ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചു കുട്ടിക്ക് സ്ക്രീൻ ടൈം വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് പാരൻറ്റ് പറഞ്ഞു, ഞങ്ങൾ ഗൾഫിലായിരുന്നു, ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും മോനും തനിച്ചാണ് ഫ്ലാറ്റിൽ, അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ സ്ക്രീന് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എത്ര സമയം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അവർ പറഞ്ഞു 8 മുതൽ 9 മണിക്കൂർ വരെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ 8 മുതൽ 9 മണിക്കൂറാണ് കുട്ടീൻ്റെ ഡെയിലി സ്ക്രീൻ ടൈം. അപ്പോൾ തന്നെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ടായി, കുട്ടി ഇവിടുന്ന് പോകുന്ന സമയത്ത് 1 വയസ്സിൽ തന്നെ കുട്ടി ഉമ്മാനും ഉമ്മാമാനും കാക്കാന്നൊക്കെ വിളിച്ചു തുടങ്ങിയതാണ്, പറഞ്ഞു തുടങ്ങിയതാണ്. അവിടെ പോയതിനു ശേഷമാണ് ഒക്കെ സ്റ്റോപ്പ് ആയതെന്നുള്ളത്. അപ്പോൾ മദർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസിലെ റിസ്കി ഫാക്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചാലേ, നമ്മൾ കുട്ടീൻ്റെ അടുത്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താലേ കുട്ടി തിരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം, പേരൻസ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാത്ത എല്ലാം ഇവിടെ റിസ്ക്കിയാണ്. സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി സംസാരം നിർത്തി, എല്ലാം ഇവിടുത്തെ റിസ്ക് ഫാക്ടേഴ്സാണ്. പക്ഷെ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം പറയട്ടെ. കുട്ടി 2 വയസ്സിൽ തന്നെ പാരൻറ്റ് കുട്ടിയെ സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതേ കുട്ടി 3 വയസ്സായിട്ടാണെങ്കിലോ വരുന്നത്, അത് കുറച്ചും കൂടി ഡിലേഡ് പ്രോഗ്രസ്സിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏർലി ഇൻ്റർവെൻഷൻ ഓൾവേസ് ക്രിയേറ്റ്സ് ദ ബെസ്റ്റ് റിസൾട്ട്സ്. എത്രയും നേരത്തെ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് ഇങ്ങനത്തെ കാര്യത്തിൽ തെറപ്പീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത്രയും ബെസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ആ പാരൻറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. തെറ്റുകൾ ആർക്കും പറ്റാം, പക്ഷേ തെറ്റുകൾ തിരുത്തി മുന്നേറുന്നതിലാണ് കാര്യം.